നമസ്കാരം കുട്ടികളെ. നിങ്ങൾ എന്താണ് ഈ കളിക്കുന്നത്? ഓ, സ്കൂൾ. എന്താണ് ഷൈനി, നിനക്ക് സ്കൂളിനോട് പെട്ടെന്നൊരു താല്പര്യം? അപ്പൂപ്പ, ഷൈനിയെ ക്ലാസ്സിനെ മോണിറ്റർ ആക്കി. ഓ, മോണിറ്റർ. അത് നല്ല കാര്യമാണ് ഷൈനി. നീ വളരെ നല്ലൊരു മോണിറ്റർ ആയിരിക്കും. അതെ അപ്പൂപ്പ, പിന്നെ എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയായിരിക്കും. നിന്നെ പേടിക്കാനോ? എന്തിന്? കാരണം ഞാനല്ലേ മോണിറ്റർ. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ ടീച്ചറോട് പരാതിപ്പെടുന്നുള്ള പേടിയായിരിക്കും എല്ലാവർക്കും. കുട്ടികളെ, നിങ്ങൾ തീർച്ചയായും ഈ കഥയൊന്ന് കേട്ടിരിക്കണം. നിങ്ങൾക്ക് സമയമുണ്ടോ? ശരി, അവിടെ ഇരിക്കെ. ഹായ്, കഥ കേൾക്കാം. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു സിംഹം ജീവിച്ചിരുന്നു. അവൻ കാട്ടിലെ രാജാവായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും അവനെ പേടിയുമായിരുന്നു. എന്നാൽ ഈ സിംഹത്തിന് ഒരാത്മമിത്രമുണ്ടായിരുന്നു. ഈ മിത്രം ഒരു പൂച്ചയായിരുന്നു. ഈ പൂച്ചയ്ക്ക് സിംഹം ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് സിംഹത്തെ തീരെ പേടിയില്ലായിരുന്നു. സിംഹത്തിന്റെ കൂടെ എല്ലാ വേട്ടയ്ക്കും പൂച്ചയും പോകുമായിരുന്നു. മറ്റുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചോടുന്ന് കാണുമ്പോൾ പൂച്ചയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ എന്നെ എന്തൊരു പേടിയാ. ഞാൻ ഈ കാട്ടിലെ രാജാവിനെ പോലെ ആയില്ലോ. തീർച്ചയായും നീ രാജാവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് പണിയുണ്ട്. കുറുക്കന്മാർ കാട്ടിൽ അതിക്രമിച്ച് കയറി നമുക്കവരെ ഇവിടുന്ന് തുരത്തണം. ശരി, നമുക്കിപ്പൊ തന്നെ വിട്ടേക്കാം. ദേ വരുന്നു കുറുക്കന്മാർ. എന്റെ പുറത്തേക്ക് കയറിക്കോ. കുറുക്കന്മാരെ, ഇറങ്ങിപ്പോ. ഈ കാട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോ. അതെ, ഈ കാട് വിട്ട് പൊയ്ക്കോ. നമുക്ക് പോവാം. ഈ സിംഹത്തെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പോരി വേഗം പോവാ. കൊട്ടെങ്കിലും പോരെ, രക്ഷപ്പെടാൻ പോരി. ഞാൻ വളരെ കരുത്തനാണ്. ഞാൻ കുറുക്കന്മാരെ വരെ ഓടിച്ചു വിട്ടില്ലേ. പൂച്ച കരുതിയിരുന്നത് താനാണ് കാട്ടിൽ ഏറ്റവും വലിയ ശക്തനും കരുത്തനുമെന്നാണ്. എന്നാൽ സിംഹത്തെയാണ് മറ്റു മൃഗങ്ങൾ പേടിച്ചിരുന്നത്. ഓ പൂച്ചേട്ടാ, ആ സിംഹത്തിനെ ഒന്ന് എഴുന്നേൽപ്പിക്കാമോ? ആ കുറുക്കന്മാർ വീണ്ടും ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു. ഈ ജോലി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തിനാണ് വെറുതെ സിംഹത്തിനെ വിളിക്കുന്നത്? പോയിക്കോളൂ, പേടിക്കണ്ട. ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തോളാം. ദേ നിൽക്കുന്നു വില്ലന്മാർ. കുറുക്കന്മാരെ, നിർത്തൂ. ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ കാട് വിട്ട് പോകാൻ. ഏതാണ് ഈ കീടം? നമ്മോട് ആജ്ഞാപിക്കാൻ ഇവനാരാടാ? വാ, അവനൊരു പാഠം പഠിപ്പിക്കാം. ഓ, എന്റെ പ്രിയപ്പെട്ട പൂച്ചേ, ശരിക്കും അവർ എന്നെയാണ് ഭയപ്പെട്ടത്, നിന്നെയല്ല. അത് നീ അറിഞ്ഞില്ലല്ലോ. ഓ, എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി. ഇപ്പോ കണ്ടില്ലേ ഷൈനി, നിന്റെ ടീച്ചറുടെ അധികാരം നിന്റേതും കൂടിയാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായോ? ഒരിക്കലുമില്ല അപ്പൂപ്പ. ഈ കഥ എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ടാവും. വളരെ നല്ലത്. ഇനി ഞാനും നിങ്ങളുടെ സ്കൂളിലെ ഒരംഗമാവട്ടെ. എന്നെ കൂടെ കൂട്ടുവോ? തീർച്ചയായും അപ്പൂപ്പ. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.